ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് കളിക്കുന്ന ഗെയിം ഏതാണെന്നറിയാമോ? നമ്മളിന്ന് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയാണ് ഗൈസ് കളിക്കുന്നത്. അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഞാൻ ഫ്രീ മോഡ് എങ്ങാണ്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. കാരണം ഫ്രീ മോഡ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇതാണ് നമ്മുടെ ഇപ്പോൾ കയ്യിലിരിക്കാൻ വേണ്ടി ഫുള്ള് ചുള പിടിച്ച് പൊടിയായി എല്ലാം ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ 99% ഓക്കെയാണ് ഗൈസ്. ഞാനൊരു വലിയ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഗൈസ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വിട്ടല്ല, ഇതുവഴി കൂടി വിടാം. ഓക്കെ, അപ്പം ഇതിൻ്റെ പഴയ ഉള്ള വീഡിയോകൾ പാർട്ടായിട്ട് ഞാൻ ഇട്ട് തരാം ഗൈസ്. അപ്പം വീഡിയോ ഒന്ന് എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യും. ഇപ്പം തന്നെ ചെയ്ത ഗൈസ്. അത് 99 റിവാർഡാ. 99 റിവാർഡേ. ഫ്രീ ബോർഡ് സ്റ്റാർട്ട് ചെയ്യാം. അയ്യോ അല്ല, തെറ്റിപ്പോയി. ഇവിടുന്ന് ഇതുവഴി അങ്ങോട്ട്. അപ്പോൾ നമുക്ക് ഗോ കൊടുക്കാം. ഇനി ആവോ ഗൈസ്. ഈ ഫോട്ടോ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേകതയാണ് ഗൈസ്. ഇതാണ് ബസ് സിമുലേറ്റർ ആകുമോ? എനിക്കെന്ന് പറഞ്ഞാൽ പേടിയെന്ന് പറഞ്ഞാൽ സ്റ്റൈറ്റപ്സാണ്, അങ്ങനെ കണ്ട സംഭവം വരുമല്ലേ. അപ്പം എനിക്ക് ചിലപ്പോൾ പോകും. അതാണ് എൻ്റെ ഒരു പേടി. അതാണ് ഈ സംഭവം. സെറ്റപ്പ് സീൻസ്, അതാണ് സംഭവം. അത് വരുമ്പോൾ എനിക്ക് ചിലപ്പോൾ പോകും. പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല. ഓക്കെ, രാവിലെയാണ് നമ്മൾ ട്രിപ്പ് ജേർണി സ്റ്റാർട്ട് ചെയ്തത്. വണ്ടി ഫുള്ളൊന്ന് പൊടിയാണല്ലോ. ഇതെന്ത് ചെയ്യും? ഞാൻ ലൈറ്റ് ഇട്ട് കാണിച്ചു തരാവേ. ഇതാണ് വണ്ടിയുടെ ലൈറ്റ്. നല്ല ലൈറ്റിംഗ് ആണ്, പക്ഷേ പൊടിയാണ്. ഇപ്പോൾ ഇതെങ്ങനെ പൊടി ക്ലീൻ ചെയ്യുന്നതെന്ന് അറിയാവുന്നവരൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ വണ്ടി ഐശ്വര്യമായിട്ട് എടുത്തിട്ടുണ്ട്. 99% ഹെൽത്ത് ഉണ്ടത്. വണ്ടി ഗുഡ് കണ്ടീഷനാണ്. സ്ലാക്കിങ് എൻ്റെ ആജന്മ ശത്രു. അതാടത് ഗോ ബനാന ഗോ എന്നൊക്കെ ആരൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഗോ ബനാന ഗോ എന്നെ കളിയാക്കുന്നോടാ. റെഡ് സിഗ്നൽ ഗൈസ്. നമ്മളെ പൊട്ടിക്കാൻ ഒരു റെഡ് സിഗ്നലിനും ആകില്ല. റെഡ് സിഗ്നലേ കുട്ടാ ഞാൻ. അയ്യോ, അപ്പോൾ തുടക്കം തന്നെ നല്ല രസം. ഒരു റെഡ് സിഗ്നലിനും എന്നെ പൊട്ടിക്കാനാവില്ല. വഴി തെറ്റിയോ? ഇല്ല, കുഴപ്പമൊന്നുമില്ലല്ലോ. വണ്ടി സീനല്ലേ? സോറി, സെറ്റല്ലേ? ടിക്കടി ഹോണേ നോക്കിയാലോ. വൈപ്പർ വേണ്ട. രാവിലെ ആണോടാ നീ വൈപ്പർ എടുത്ത്? പമ്പ് പെട്രോളിൻ്റെ പമ്പ്, പെട്രോളിൻ്റെ ആസ്ഥാനാണ് ഗൈസ്. അയ്യോ, ഗ്രീൻ ലൈറ്റ്. അയ്യോ, ഇതിൻ്റെ മീറ്റർ പോയിട്ടുണ്ടാ ഗൈസ്. 110 പോവ് 80 പോവായിരുന്ന ഗൈസ്. ഒരൊറ്റ പറയ്ക്ക് നേരെ 10 ടാക്കോമീറ്റർ ഒക്കെ കണ്ടാ. ടാക്കോമീറ്റർ ടാങ്കൊക്കെ ഫുള്ളല്ലേ ഉണ്ണി? അതെ ടാങ്കൊക്കെ ഫുള്ളാണ്. അല്ല, ടാങ്ക് ഫുള്ളാണ്. വിളക്ക് ഗൈസ്, നമ്മളിതാ വണ്ടി എടുത്തു. ഇവിടെ വണ്ടിയിൽ ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ ടൂറാണ് ഗൈസ്. ടൂറ് പോവുകയാണ് ഗൈസ്. പാട്ടൊക്കെ ഇട്. കേസ് മാപ്പ് ലോഡിങ് ഇവിടെ ഉണ്ട്. പക്ഷേ ഈ വളവിലൊന്നും വന്നത്, അതുകൊണ്ട് പതുക്കെ പോകാം. ബ്രേക്ക് പിടിച്ച് പോകാം. 1 മിനിറ്റ് ഗൈസ്, നമുക്കിന്ന് ലോഡായിട്ട് കാണാം.
യാ ഗൈസ് നമ്മുടെ ഗെയിമായി. ഓ എൻ്റെ ഹൃദയം ഒന്നിടിച്ചു. ശബ്ദപോലെ കേൾക്കുന്നവർക്ക് സോറി ഗൈസ്, അതെൻ്റെ അമ്മയാണ്. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇത് ഞാൻ റീസെറ്റ് ചെയ്തു ഗൈസ്. എന്ന് പറഞ്ഞാൽ എനിക്ക് പരിചയമുള്ള എൻ്റെ വീട്ടിലൊരാൾ വന്നിട്ട് ഇന്ന് ശനിയാഴ്ചയാണോ ഞായറാഴ്ചയാണോ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് എനിക്കിത് ചോദിച്ചു. ഞാൻ വീഡിയോ എടുത്തിട്ട് പോയി. നമ്മൾ സൂപ്പർ എടുക്കും ഗൈസ്, സൂപ്പറാ. അപ്പം പറഞ്ഞത് കൊണ്ട് ഓർമ്മ വന്നു ഗൈസ്, നിങ്ങൾക്കിഷ്ടം സൂപ്പറാണോ GTR ആണോ? സൂപ്പറാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്തേക്ക്. GTR ആണെങ്കിൽ ലൈക്കും ചെയ്തേ ഗൈസ്. നോക്കാം GTR ആണോ സൂപ്പറൊക്കെയാണോ സപ്പോർട്ട് കൂടുതലുണ്ട്. അപ്പോൾ എൻ്റെ വക ഒരു സബ്, ഞാൻ സൂപ്പർ ഫാനാണ്. അതുകൊണ്ട് തന്നെ ആരും ലൈക്ക് ചെയ്യത്തില്ലായിരിക്കും. ചെയ്യൂ ഗൈസ്, GTR ഫാൻസ് ചെയ്യൂ. നമുക്ക് നോക്കാം പവർ ആർക്കാന്ന്. എനിക്ക് സൂപ്പറായിട്ട് ഇഷ്ടമാണ്, അത് നിങ്ങൾ വേണ്ടിയുണ്ട ഗൈസ്. നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാം ഗൈസ്. നമ്മൾ അയ്യാ എൻ്റെ വണ്ടി ഗൈസ്. ഗായ്സ് ഇതെന്താ ആക്രക്കടന്ന് എടുത്തോണ്ട് വന്നേക്കണ വണ്ടിയാണ്. ഇതൊന്നും ഇങ്ങനെ എടുത്തപ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലേ. എങ്ങോട്ടാ? നമുക്ക് അപ്പുറത്തേക്ക്. ഇതാണ് നമ്മുടെ റിഫ്ലക്ഷൻ ഗ്ലാസ്സിൽ കാണാൻ കഴിച്ചിട്ടുണ്ട്. ആൾക്കാർ കുറേ ഇരിപ്പുണ്ട്. ഒക്കെ ഇവിടെ കിട്ടി. രാവിലെ ആയതുകൊണ്ട് ആൾക്കാരൊക്കെ ഇതാണ്ട് ഇതൊക്കെ ഇതാക്കി ഗ്ലാസ്സൊക്കെ തുറന്നിട്ടുണ്ട്. അതൊക്കെ ഓക്കെ. സൂപ്പർ കറക്റ്റായിട്ട് എടുത്തു. ഗായ്സ് നമ്മുടെ വണ്ടി നമുക്കത് കഴുകേണ്ടി വരും മിക്കവാറും. ഇതെന്താ ഗൈസ്, ഇത് ഫുള്ള് സ്റ്റിയറിങ്ങിന് മാത്രം. നമ്മുടെ ഫോണിന് ഒരു കുഴപ്പമില്ല. ഇവിടുത്തെ മോളിൽ കിടക്കുന്ന ഇമോജീസിനും പിന്നെ മറ്റേ ഗ്ലാസ് തൂക്കിട്ടിരിക്കുന്ന സാധനത്തിനൊന്നും കുഴപ്പമില്ല. ബാക്കി എല്ലാം അങ്ങോട്ട് തുരുമ്പ് പിടിച്ചതുപോലെ ആയി കിടക്കുക. ഇനി ഇത് തുരുമ്പ് പിടിക്കും ഗൈസ്. എന്നാൽ എഴുന്നേറ്റ് വണ്ടി ഓടിക്കേണ്ടി വരും. സീറ്റ് അയ്യോ സാറില്ല അവിടെ. ഇപ്പോൾ എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ കൂടെ നിർത്തണം. സൈഡിൽ നോക്കി മാപ്പ് നോക്കാം ഗൈസ്, ഫുഡ് എവിടെയാണെന്ന്. നമുക്കൊന്ന് വണ്ടി ഒന്ന് ഇറങ്ങിയൊക്കെ നോക്കാം ഗൈസ്. ഫുള്ള് ബാഡ് കണ്ടീഷനാണ് പറയാം. നമ്മുടെ കഴിക്കാൻ ഹോട്ടൽ ഇവിടെ ഒരു ഹോട്ടലുണ്ട് ഗൈസ്. പക്ഷെ ഇത് കഴിഞ്ഞു പോയി. ഇത് കഴിഞ്ഞിട്ട് ഹോട്ടൽ എവിടെയാ? കുറച്ച് പുറകോട്ട് പോകും ഗൈസ്. അങ്ങനെ പുറകോട്ടൊന്ന് പോയി നോക്കാം. ഹെഡ്ഫോൺ വെച്ചേക്കണോണ്ട് ഇതൊരുമാതിരി ബോംബ് പൊട്ടർ പോലെ ചെവി പൊട്ട. ഒരു മിനിറ്റ് ഗൈസ്. നമ്മൾ ഗ്രാമപ്രദേശത്തേക്ക് ഒന്ന് നിർത്തി വണ്ടി വെക്കണം. അതുകൊണ്ട് ഈ സാധനം കണ്ട എൻ്റെ ഫോണിൻ്റെ അപ്പുറത്തെ ഒരു സ്ക്രീൻ, അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്ക് സൈഡാണ്. ഇത് വണ്ടിയുടെ പുറകിലത്തെ ക്യാമറയാണത്. അതുകൊണ്ട് ക്യാമറ ഇവിടെ എങ്ങനെയുണ്ട്? ക്യാമറ കാണാനില്ല. ക്യാമറ കണ്ടില്ല ഗൈസ്. എന്തായാലും നമുക്ക് ഇറങ്ങിയൊന്ന് നോക്കാം. ഇവിടെയാണ്
പോയിട്ട് ലെഫ്റ്റ് അല്ലേ, റൈറ്റ് അല്ല, റൈറ്റ്. ഓക്കെ, നേരെ പോയിട്ട് റൈറ്റ്. ഓക്കെ, ഈ വാഴയുടെ അടക്കൂടെ എടുക്കണം. എന്ത് വാഴയാണ് ഈ വാഴ? ശരി, മെനയില്ല ആ വാഴേനെ കണ്ടിട്ട്. വാഴ തന്നെയാണോ അതോ വല്ല പൂവാണോ? ഇവിടെ നമുക്ക് അപ്പുറത്തേക്കാണ് പോകേണ്ടത്, പക്ഷെ നമുക്ക് ഇപ്പുറത്തേക്ക് പോകണം. അവിടെയാണ് ഫുഡ് കഴിക്കാൻ നിർത്തേണ്ടത്. നല്ല ഹോട്ടലാണോ? നമുക്ക് അവരെ അവിടെ വിട്ടിട്ട് വന്ന് പമ്പിലൊന്ന് കയറിയാലോ? വേണ്ടല്ലേ? അതിന് പമ്പ് കയറലൊക്കെ ചടങ്ങാം. വേണ്ട, ഒന്ന് കേക്ക് നോക്കാം. ഒരു മിനിറ്റ് ഗൈസ്. ഗൈസ്, ഐ ആം ബാക്ക്. അയ്യോ, ഇതേ സ്ഥലം. ഇതുവഴിയല്ലേ ഫുഡ്? അതെ, ഇതുവഴിയാണ്. ഒരു കുഞ്ഞാട ഊട്ടുവഴി ഉണ്ടല്ലോ. അതാണിത്. നമുക്ക് അവരെ ഇവിടെ അങ്ങോട്ട് നൈസായിട്ട് ഇറക്കിയിട്ട് നമുക്ക് ഈ പമ്പിൽ കയറാം. നമ്മുടെ അത് പാഴ്സൽ മേടിച്ച് പമ്പിരുന്നേക്കാം ഗൈസ്. എന്താണ്? നമുക്ക് പോയി ഇവരെ ഇറക്കിയിട്ട് പിന്നെ പാഴ്സൽ മേടിച്ചിട്ട് നമുക്ക് പമ്പിൽ പോകണ അവിടെ പിന്നെ കാണാം ഗൈസ്. ഓക്കെ, അവരെ ഇറക്കി പിന്നെ പാഴ്സലൊക്കെ മേടിച്ചു. നമുക്ക് വേറെ പമ്പിൽ പോകാം ഗൈസ്. നല്ല ഡാമേജ് ഉണ്ടായി, പക്ഷെ പെട്ടെന്ന് നോക്കി മനസ്സിലാവത്തില്ല. ഒരു മിനിറ്റ് ഗൈസ്. വൗ, നേരെ പമ്പിൽ പോകാം ഗൈസ്. പമ്പിലേക്ക് വിടാം. നീ എവിടെ നിന്ന് നോക്കുന്നു? ആദ്യത്തെ സ്ക്രീനിൽ നോക്കി. അയ്യോ, ഇത് ഇത്തിരി ഓവറല്ലേ? ഗൈസ്, പാർക്ക് ചെയ്യാൻ അറിയാത്തതിൻ്റെ കുഴപ്പമാണ് ഗൈസ്. ഓക്കെ, ഞാൻ ഹാൻഡ് ബ്രേക്ക് ഇടാം. ഞങ്ങൾക്കൊന്ന് കഴിക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, അവരെ വിളിക്കുമ്പോൾ നമുക്ക് പോവാം ഗൈസ്. ഓക്കെ, നമുക്ക് കഴിച്ചിട്ട് വേണം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ കഴിച്ചു. ഇനി അവർ വിളിക്കണം. അന്ന് കേസ് കോള് വരുത്തുണ്ട്, അവരാണെന്ന് നോക്കട്ടെ. കേസ് അവരായിരുന്നു കേസ്. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് പോകാം. അവരിപ്പോൾ കൈ കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേസ്. അപ്പോൾ മഴയായി, നമുക്കൊന്ന് നൈസായിട്ട് പമ്പിൽ കയറിയിട്ട് പോകാം. നോക്കട്ടെ.
യെസ് ഫുൾ ടാങ്ക് അടിച്ചു ഗൈസ്. വിടാം, കൂട്ടിട്ട് തിരിച്ചു പോകാം. നല്ല പെരുമഴയാണ് ഗൈസ്. അവിടെ നാട്ടിപ്പാണ മഴയൊന്നും അല്ലത്. അയ്യോ ഗൈസ്, ഇന്തോനേഷ്യയാണ് ഗൈസ്. അയ്യോ ഗൈസ്, കയറാൻ പറ്റുമോ? ഇടി വെട്ടണ കേട്ടോ ഗൈസ്. നൈസായിട്ടൊന്ന് കയറാതെ. നമുക്ക് ഫ്രണ്ടിൽ തന്നെ നിർത്താം ഗൈസ്. അവർ കയറട്ടെ ഗൈസ്, അവർ കയറട്ടെ. നമുക്കൊന്ന് ഡോർ ഇടുന്ന് കൊടുക്കാം. ഇടി മിന്നലാണല്ലോ ഗൈസ്. അവർ കയറട്ടെ ഗൈസ്. ഗൈസ് അവരൊക്കെ കയറി ഇതുണ്ട്. അപ്പുറത്തിരിപ്പട്ടെ നമ്മുടെ ആശാൻ. ഹായ് ബ്രോ. ഗൈസ് നമുക്ക് നേരെ വിടാം ഗൈസ്. ഈ സമയത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. ഗൈസ് നിങ്ങളെ കാണിച്ചു തരാം. റെഡി? പക്ഷേ ഫുള്ള് പൊടിയാണ്. പമ്പിൽ കഴുകാൻ പറ്റുമോ നമുക്കൊന്ന് നോക്കിയിട്ട് എന്നാലോ. അടുത്ത പമ്പ് എവിടെയാന്ന് നോക്കട്ടെ. ഇതൊക്കെ പോണ ഇതുവഴിയാണ്. ഇങ്ങനെ പോയിട്ട് ഇവിടെയാണ് മാപ്പ് ലോഡിങ്. അപ്പോൾ ഇതിൻ്റെ പോണ വഴി പമ്പുണ്ടോ? ഗൈസ് ഇവിടെ ഉണ്ട്. പോണ വഴിക്ക് പമ്പുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് അതുവഴി പോകുമ്പം നൈസായിട്ട് ഇവിടെ കയറി എല്ലൊക്കെ നോക്കിയിട്ട് പോവാം. പതുക്കെ കയറിക്കോ. മഴ വരുമ്പോൾ അത് വണ്ടി കഴുകി കിട്ടുമോ? അത് കിട്ടിയാൽ മതിയായിരുന്നു. ഓക്കെ നമുക്ക് ബസ് സിമുലേറ്ററിൻ്റെ ആവശ്യക്ക് ലോജിക്ക് ഉണ്ടോ നോക്കാം. വണ്ടി കഴുകി കിട്ടുമോ നോക്കാം. അവിടെ മീറ്ററൊക്കെ ഫുള്ള് പൊടിയായി. വണ്ടി എങ്ങനെ കഴുകണമെന്ന് നിങ്ങൾക്ക് ആർക്കെല്ലാം അറിയാമെങ്കിൽ ഡു കമൻറ്റ്. പമ്പത്തി നോക്കുന്ന നൈസായിട്ട് കയറി ഇവിടെ കഴുകാൻ പറ്റുമോ നോക്കട്ടെ. കഴുകാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കഴുകാൻ പറ്റിയ കുഴപ്പമില്ല. ചേട്ടാ കഴുകാൻ പറ്റുമോ? ചേട്ടാ കഴുകാൻ പറ്റുമോ? ചേട്ടാ എനിക്കല്ല കഴുകണ്ടേ, വണ്ടിയാണ്. എവിടെ എത്തിയപ്പോൾ മഴയില്ല ഗൈസ്. എവിടെയാണ് കഴുകേണ്ടത്? അല്ല ശരി. ഓക്കെ ചേട്ടാ ഇല്ലെന്ന് പറഞ്ഞാൽ പോരെ, അവിടെയാണെന്ന് പറയണം. ഇനി എതിരെ ലൈറ്റ് ഓണാക്കിയിട്ടേക്കണം. ജസ്റ്റ് ഒന്ന് ഷോയ്ക്ക് ലൈറ്റ് ഓണാക്കിയിട്ടേക്കാം. ഓക്കെ നിങ്ങൾക്ക് ആർക്ക് സ്കൂളാണല്ലോ. ഇങ്ങനത്തെ ഒരു സ്കൂളുണ്ട് ഗൈസ്. എന്നോടാണ് ഈ സിഗ്നലൊക്കെ വെട്ടിക്കഴിഞ്ഞ. എൻ്റെ പേരാണ് സോൺ ഓഫ് ഗെയിമിങ്. സോറി A&S ഗെയിമിങ്. ला आने वाला साल वो खुशियों बारा देश सारे मटे करेंगे हम. ഇങ്ങനെ വേണം വണ്ടി ഇടയിൽ കുത്തിക്കട്ടെ. വേറെ വണ്ടിയൊന്നും വരുന്നില്ലെന്ന് കണ്ടാൽ ബ്രേക്ക് പിടിക്കുക. സ്നേഹ പറപ്പിക്കുക. വേറെ വണ്ടിയൊന്നും വരുന്നില്ല എന്ന് നോക്കാം.
ആ ശബ്ദം കേൾക്കുമ്പോഴത്തേക്കും ടിങ് എന്നുള്ളൊരു ശബ്ദം കേൾക്കുമ്പോൾ കൊള്ളണ ഒരു ഞെരിപിരിയേ പറഞ്ഞറിയത്തില്ല. ഇഷ്ടപ്പെട്ട് വണ്ടി ഉണ്ടാക്കി എടുത്തോണ്ട് വന്നിട്ട് പക്ഷെ ഫുള്ള് ലൈറ്റാണ് ഗൈസ്. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വണ്ടി എടുത്തപ്പോഴത്തേക്ക് വെളുത്തൊരു റേസ് എടുത്തു. വെളുത്ത ഗ്ലാസ്സൊന്നും കാണത്തില്ല, മൂളിയിട്ടൊക്കെ ഒരുത്ത് വെളുപ്പുണ്ട്. അപ്പോഴത്തേക്ക് ഞാനൊരു സ്കിൻ ആഡ് ചെയ്തപ്പോഴാണ് ഗൈസ് സംഭവം വന്നത്. അയ്യാ ഓ ഹാ. നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് എത്തി. അയ്യാ ഇതല്ലേ? അവരവിടെ മൂടി. ഒക്കെ ഇറങ്ങി നോക്കാം ഗൈസ്. ഇതിൻ്റെ അട കൂടെ എടുത്തോണ്ട് പോകണേ. മൂടി ഗൈസ് അവന്മാര്. ആ വണ്ടിയെല്ലാം കയറ്റിക്കൊണ്ട് പോകാൻ പറ്റാത്ത ഇവരെ അങ്ങോട്ട് ഇറക്കിവിടാം. എല്ലാവരും ഇറങ്ങിക്കോ. ഗൈസ് ഇതാണ് നമ്മൾ അവരെയൊക്കെ ഇറക്കി വിട്ടു. ഒരുവിധം ഇറക്കി വിട്ടു ഗൈസ്. ഇനി അവർ വരട്ടെ ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഗൈസ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു കണ്ടക്റ്റായിട്ട് വരാം, അല്ലെങ്കിൽ എൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് വരാം. പറയാം ഓക്കെ വരാം. പക്ഷേ എനിക്കില്ലേ ഈ വണ്ടിയുടെ ഒരു മനസ്സിലായിട്ടില്ല. ഉണ്ടോ? അതല്ല ബ്രേക്ക്. ഇപ്പോൾ നമ്മൾ ലൈറ്റ് ഇട്ടിട്ട് അതാണ് ബ്രേക്ക്. എനിക്ക് ഞാൻ നേരത്തെ നോക്കിയിട്ടിരുന്നപ്പോൾ ബ്രേക്ക് കിട്ടത്തില്ലായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ വണ്ടി ഓഫാക്കിയിട്ടാണ് ഓക്കെ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരാം, സെക്കൻഡ് പാർട്ടായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ ഗായ്സ്.